വിനീഷ് കുമാർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിനീഷ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എന്തായാലും ഇന്ന് വാർത്താ സമ്പന്നമായ ഒരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് മെട്രോമാൻ ഇ ശ്രീധരനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ RRTSുമായി ബന്ധപ്പെട്ട വിവാദം അതിങ്ങനെ തുടരുന്നുണ്ട്. അതിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ലോക കേരള സഭയുടെ പതിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം വിതുര ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിശദമായ അന്വേഷണം ആരംഭിക്കുകയാണ്. ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചികിത്സാ പിഴവ് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ? എന്തൊക്കെ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്ന് പ്രധാനമായും നമുക്ക് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം തന്നെയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആദ്യം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ് വന്നത്. അതിന് തൊട്ട് പിന്നാലെ ഈ ശ്രീധരൻ, മെട്രോമാൻ ഈ ശ്രീധരൻ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മന്ത്രി പി രാജീവും CPIയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരണവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ശ്രീധരൻ താൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ പാതയുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്നലെ നൽകിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന RRTS പ്രായോഗികമല്ല എന്നുള്ള കാര്യം കൂടി ഈ ശ്രീധരൻ വ്യക്തമാക്കിയതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്നതാണെങ്കിൽ പോലും അതിവേഗ പാതയാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ശ്രീധരനെ പരിഹസിച്ചുകൊണ്ടും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടും തന്നെയാണ് CPMലെ മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ രംഗത്ത് വന്ന് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും അതിനകത്ത് പി രാജീവ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും ചുമതല, അതായത് ഈ സ്പെഷ്യൽ ഓഫീസറുടെ ഈ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസറുടെ ചുമതല ലഭിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു രേഖയോ അല്ലെങ്കിൽ ഉത്തരവോ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടണം എന്ന് രാജീവ് വെല്ലുവിളിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ശ്രീധരൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം ശ്രീധരൻ്റെ ഓഫീസിൽ പൊന്നാനിയിലുള്ള വീടിനോട് ചേർന്ന് അതിൻ്റെ ഈ അതിവേഗ പാതയുടെ ഓഫീസ് പോലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ RRTSനേക്കാൾ കൂടുതൽ വേഗതയുള്ള ഒരു സംവിധാനം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത്രയും പരിചയസമ്പന്നനായ ഒരാൾ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കാതെ ഇതുമായി അദ്ദേഹം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം എന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.